ആദ്യം ബെവ്കോയുടെ ഭാഗത്ത് നിന്നായിരുന്നു. ബെവ്കോ ആദ്യം മദ്യത്തിൻ്റെ പേര്, പുതിയ പേരും ലോഗോയും ക്ഷണിച്ചുകൊണ്ട് 10,000 രൂപ പാരിതോഷികം. ഇപ്പോഴിതാ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂട്ടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ബാറുകൾക്കാണ് ഈ സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണല്ലോ ഈ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കാൻ ഇവർക്ക് നേരമില്ല. ഒരു ഭാഗത്ത് PR വർക്ക്, മറുഭാഗത്ത് മദ്യ ലോബിയെ അഴിച്ചുവിടുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മദ്യം വിൽപ്പനയുടെ സമയം കൂട്ടി, ബ്രാൻഡ് ഒരു പുതിയ പേര് നിർദ്ദേശിച്ചുകൊണ്ട് വന്നു. അത് കോലാഹലങ്ങളെ തുറന്നത് വേണ്ടാന്ന് ചോദിച്ചു. ആ സമയം കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ബാറിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യമൊന്നും ജനങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാരിനില്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ബാർ ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ബിവറേജ് കോർപ്പറേഷൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ അടച്ചു പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. മുന്നണിയിൽ പോലും മന്ത്രിസഭയിൽ ആരും അറിഞ്ഞിട്ടില്ല. മന്ത്രിസഭയിൽ അറിയുന്നില്ല, ഒക്കെ ക്യാപ്റ്റൻ മാത്രമേ അറിയുന്നുള്ളൂ. മുന്നണി അറിയില്ല, പാർട്ടി അറിയുന്നില്ല. ഈ സർക്കാരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ക്യാപ്റ്റനിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ക്യാപ്റ്റനാണല്ല. മറ്റൊരു സംശയിക്കുന്നുണ്ടോ? അതായത് ഈ 3 മണി വരെ 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് തുറന്നിരിക്കുക, 5 ലക്ഷം രൂപ ഫീസ്, സ്പെഷ്യൽ ഫീസ് കൊടുത്തല്ലോ. ഈ കാര്യത്തിൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് മദ്യമാഫിയയെ കയറൂരി വിടുകയാണ്. അതിൻ്റെ മുഖ്യമായിട്ടുള്ള അതിനെ നിയന്ത്രിക്കുന്ന ആൾ ശ്രീ പിണറായി വിജയനാണ്. ബാക്കി ആരും എക്സൈസ് മന്ത്രി പോലും ഒന്നും അറിയുന്നില്ല. പൈസ, അതായത് അഴിമതി എന്തെങ്കിലും അഴിമതിയല്ലേ ഉള്ളൂ. സർക്കാരിന് CPM കിട്ടുന്ന പണം മുഴുവൻ എങ്ങനെയാണ് കിട്ടുന്നതാണല്ലോ. അഴിമതി നടത്തുന്നതിനും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തികമായിട്ട് പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്.